ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. റിലയൻസ് സേവിംഗ് മെഷീനിലേക്ക് സ്വാഗതം. നമ്മൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അൺബോക്സിങ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ജാക്ക് കമ്പനി ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ മോഡലായ ജാക്ക് F5-ൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ജാക്ക് മെഷീന് ഇന്ത്യയിലേക്ക് ആദ്യം അവതരിപ്പിച്ചത് 9100 എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ഡ്രൈവ് മെഷീനായിരുന്നു. അതിനു മുമ്പ് ജാക്ക് കമ്പനി ക്ലച്ച് മോട്ടറിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു, പക്ഷെ അത് നമ്മൾ ഇന്ത്യയിൽ അത്ര വിജയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ഡ്രൈവിലേക്ക് ആദ്യം വന്നതിന് ശേഷം നമുക്ക് ജാക്കിന് നല്ല മൂവിങ് ആയിരുന്നു. നല്ല മൂവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവ് ഇന്ത്യയിൽ തന്നെ ഒരു സ്വിംഗ് മെഷീൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജാക്കിൻ്റെ F4 ആണ്. ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെഷീനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 9100 എന്ന് പറയുന്ന മോഡലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജാക്കിൻ്റെ F4 എന്ന് പറയുന്ന മോഡലെത്തി. ഈ പറയുന്ന രണ്ട് മോഡലുകളും നോർമൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉപയോഗിക്കുന്ന ലോക്ക് സ്റ്റിച്ച് മെഷീനാണ്. മറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. നമുക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണ്. നല്ല നോർമൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉപയോഗിക്കുന്ന ലോക്ക് സ്റ്റിച്ച് മെഷീനാണ്. മറ്റ് ഫെസിലിറ്റി ഒന്നുമില്ല. നമുക്ക് ഹൈ സ്പീഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനാണ്. നല്ല ക്വാളിറ്റി ഉള്ള മെഷീനാണ്. നമുക്ക് ഈ തയ്യൽ മെഷീൻ്റെ ബോക്സ് തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ അതിനകത്തുനിന്നൊരു ചെറിയ ബോക്സ് എടുത്തിട്ടുണ്ട്. ആ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു ഓയിൽ ഡ്രൈ കാര്യങ്ങൾ ഇത് ഓയിലാണ്. പിന്നെ അതിൻ്റെ ബുക്ക്ലെറ്റ്, അതായത് അതിൻ്റെ മെഷീനകത്തുള്ള പാർട്സ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി ഇഞ്ചസ്, അതിൻ്റെ ഓരോ റബ്ബർ ബുഷ് കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ പ്രഷർ ബൂട്ട് ലിഫ്റ്റർ, പിന്നെ ഉള്ളത് അതിൻ്റെ ത്രെഡ് സ്റ്റാൻഡ്, പിന്നെ ഒരു 2 സ്ക്രൂ ഡ്രൈവർ. ഇത് നമുക്ക് സാധാരണയായിട്ട് ആ പഴയ ജാക്ക് F4 മെഷീനകത്ത് വന്ന അതേ ഐറ്റംസൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഈ ചെറിയ ബോക്സിനകത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആ ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് മെയിൻ ബോക്സ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ജാക്കിൻ്റെ F5 എന്ന് പറയുന്ന മോഡൽ തയ്യൽ മെഷീൻ. ഇത് ജാക്ക് F4-ഉമായിട്ട് എന്താണ് ഒരു വ്യത്യാസമുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങൾ, പിന്നെ മെയിനായിട്ട് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്ക് 9100 എന്ന് പറയുന്ന മോഡൽ വന്നപ്പോൾ അതിന് ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. അത് തിരുത്തിയാണ് F4 എന്ന് പറയുന്ന മോഡൽ കമ്പനി ഇറക്കിയത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവസാനമായിട്ട് ജാക്കിൻ്റെ F5 എന്ന് പറയുന്ന മോഡലിലേക്ക് എത്തിയിരിക്കുകയാണ്. കൂടുതൽ പവർ എഫിഷ്യൻസി ഉള്ള ഒരു മെഷീനാണിത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 71% ആണ് ഒരു പവർ എഫിഷ്യൻസി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 75 അബോവ് ആയിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയാണ് അതിൻ്റെ മെറ്റീരിയൽസ്. നല്ല സ്മൂത്തായിട്ടുള്ള മെഷീനാണ്. നല്ല ഉപയോഗിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. പിന്നെ നല്ല അതായത് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഈ മെഷീന് ഇല്ല. F4-നെ അപേക്ഷിച്ച് ഒരു ഓട്ടോ ഡോർമൻസി വരുന്നുണ്ട്. അതായത് നമുക്ക് ഹൈലി വോൾട്ടേജ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ മെഷീനുണ്ട്. ഒരു സേഫ്റ്റി സ്വിച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഒരു ഓട്ടോമാറ്റിക് ഡോർമൻസിയാണ് അത്. അതായത് നമ്മൾ വോൾട്ടേജ് കൂടി വരും, അതായത് നമുക്ക് എന്തെങ്കിലും ലൈനിൽ ജമ്പർ ഷോർട്ട് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ഈ പുതിയ മോഡലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മെഷീന് കൂടുതൽ കാലം ഈട് വെക്കാൻ അത് സഹായകരമാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ജാക്ക് F5 അതേപോലെ നമ്മുടെ ഈ ജാക്ക് F5 എന്ന് പറയുന്ന മോഡൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വന്നത് നമ്മുടെ റിലയൻസ് മെഷീൻസ്
എന്ന സ്ഥാപനത്തിലാണ്. അത് റിലയൻസ് സേവിങ് മെഷീൻസ് വരുന്നത് കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ, ആലക്കോട് എന്ന സ്ഥലങ്ങളിലാണ്. അതുപോലെ ഈ ജാക്ക് FI മോഡലിന് 3 years കംപ്ലീറ്റ് വാറണ്ടിയാണ് അതിൻ്റെ ബോർഡ്, മോട്ടർ കാര്യങ്ങൾക്ക് കിട്ടുക. അപ്പം അത്രയും ഒരു 3 year വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു ഹാൻഡ് വീൽ വരുന്നത് ഇതൊരു പുതിയ മോഡൽ ഡിസൈനാണ് കേട്ടോ, പുതിയൊരു ഡിസൈനാണ്. ബാക്കിയെല്ലാം നമ്മുടെ ജാക്കിൻ്റെ F4 മോഡൽ തന്നെയാണ് ബാക്കിയെല്ലാം വരുന്നത്. ഫങ്ഷനും കാര്യങ്ങളും അതേപോലെ ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡും. പിന്നെ ഇതിനകത്തൊരു കൂടുതലൊരു ഫീച്ചർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു 1 touch റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. ബാക്കിയെല്ലാം F5 മോഡൽ തന്നെയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ അടുത്തത് തന്നെ ചെയ്യുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അത് വർക്കിംഗ് മെത്തേഡ് നമ്മൾ F4 എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഒന്നുകൂടി ജാക്ക് F5 ഒരു വർക്കിംഗ് വീഡിയോ ഉടനെ തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ അതേപോലെ തന്നെ ഇതിൻ്റെ ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ അതിനകത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.